ഹലോ കൂട്ടുകാരെ, ഞാൻ ഒരു കഥ പറയാം. ഒരിക്കൽ ഒരു നൈറ്റ് ഷിഫ്റ്റിനു കയറുമ്പോഴാണ് ഞാൻ ആദ്യമായി വർഗീസ് അപ്പച്ചനെ കാണുന്നത്. 70-കാരനായ വർഗീസ് അപ്പച്ചൻ ഐസിയുവിലെ എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു. ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടുമ്പോഴും വിറക്കുന്ന കൈകൾ കൂപ്പി അദ്ദേഹം നേഴ്സിംഗ് സ്റ്റേഷനിലേക്ക് സ്നേഹത്തോടെ നോക്കുമായിരുന്നു. ഒരിക്കൽ എന്നെ അടുത്ത് വിളിച്ചു, മോളെ, എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം. അവൾ എത്തിയാൽ എനിക്ക് സമാധാനമായി പോകാം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ അവസാനത്തെ വലിയ ആഗ്രഹം. വിദേശത്തുള്ള ഏക മകൾ വരാൻ വൈകിക്കൊണ്ടിരുന്നു. ഓരോ തവണ ഫോൺ ബെല്ലടിക്കുമ്പോഴും അദ്ദേഹം പ്രതീക്ഷയുടെ വാതിലിലേക്ക് നോക്കും. എന്നാൽ രാവിലെ സ്പോഞ്ച് ബാത്തുന്ന സമയത്ത് അപ്പച്ചന്റെ നില അതീവ ഗുരുതരമായി. അദ്ദേഹം അബോധാവസ്ഥയിലേക്ക് വീണു. ഒടുവിൽ രാത്രി വൈകി. മഴയുള്ള ഒരു നേരത്താണ് മകൾ കരഞ്ഞുകൊണ്ട് ഐസിയുവിന് മുന്നിലെത്തിയത്. അബോധാവസ്ഥയിലായിരുന്ന അപ്പച്ചന്റെ അരികിലിരുന്ന്, അപ്പച്ച, ഞാൻ വന്നു എന്ന് വിതുമ്പിക്കൊണ്ട് അവൾ ആ നെഞ്ചിലേക്ക് ചായുമ്പോഴാണ് ആ അത്ഭുതം കണ്ടത്. മരുന്നുകളോ യന്ത്രങ്ങളോ നൽകാത്ത ഒരു ഉണർവ് അദ്ദേഹത്തിനുണ്ടായി. അപ്പച്ചൻ പതുക്കെ കണ്ണുകൾ തുറന്നു. തന്റെ വിറക്കുന്ന കൈകൾ കൊണ്ട് മകളുടെ തലയിൽ ഒന്ന് തലോടി. തന്റെ കുഞ്ഞിനെ കണ്ടു എന്ന ആശ്വാസത്തിൽ ഒരു ചെറുപുഞ്ചിരിയോടെ അദ്ദേഹം എന്നേക്കുമായി കണ്ണുകൾ അടച്ചു. സ്നേഹത്തിന്റെ കരുത്തിന് മരണത്തെപ്പോലും ഒരു നിമിഷം പിടിച്ചു നിർത്താൻ കഴിയുമെന്ന് അന്ന് ഞാൻ മനസ്സിലാക്കി. നിസ്സഹായരായ മനുഷ്യർക്ക് താങ്ങാവുക എന്നത് വെറുമൊരു ജോലിയല്ല, അതൊരു പുണ്യമാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്.